പോകുന്നത് ഇന്ത്യൻ പൊളിറ്റിയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് ഒരുപാട് കാലത്തെ ഒരു എവല്യൂഷന്റെ പ്രോസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫൈനൽ ഡോക്യുമെന്റ് ആണ്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഓവർ ദ ടൈം എങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്തു വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം പ്രിലിംസ് പ്ലസ് മീൻസ് പെർസ്പെക്റ്റീവിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതും എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ എന്ത് ചെയ്യുക ബെല്ലൈക്കണും നോട്ടിഫിക്കേഷൻ ഒന്ന് ഇനാബിൾ ആക്കി വെക്കുക. കാരണം ഇതുപോലത്തെ റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കുന്നതിന് എന്ത് ചെയ്യും അത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് KS റാങ്കർ എന്ത് ചെയ്യുന്നുണ്ട് അപ്കമിങ് KS എക്സാമിനേഷന് വേണ്ടിയിട്ട് KS മാസ്റ്റർ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നമ്മൾ പ്രിലിംസും മെയിൻസും എന്ത് ചെയ്യുന്നുണ്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സെപ്റ്റ് നമ്മൾ പറയുന്നത് എക്സെപ്റ്റ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, ഈ ഒരു മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ട് ഒഴികെ ബാക്കി എല്ലാം തന്നെ നമുക്ക് ചെയ്തിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മലയാളം ആൻഡ് ഇംഗ്ലീഷിന് പകരമായിട്ട് മറ്റ് സബ്ജക്റ്റിലായിരിക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ക്ലാസ്സുകൾ കുറെ കൂടെ ഡെപ്തിലും അതേപോലെ തന്നെ കുറെ കൂടെ അനാലിറ്റിക്കൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ കോഴ്സ് പ്ലാനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നമ്മുടെ വെബ്സൈറ്റിലേക്ക് ksranker.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോഴ്സസ് എന്ന് പറയുന്ന സെഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ പാക്കേജിൽ KS മാസ്റ്റർ കോഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 11,000 rupees ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. പ്ലസ് അതിന്റെ കൂടെ എന്തായിരിക്കും പേയ്മെന്റ് ഗേറ്റ്വേയുടെ ഫീയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നതായിട്ടുണ്ടാവും അടയ്ക്കേണ്ടത് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ 11,000 മാത്രമാണ് നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7012173900 എന്ന് പറയുന്ന നിങ്ങൾ നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു QR കോഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 11,000 മാത്രം ചെയ്താൽ മതി. ഈ പറയുന്ന പേയ്മെന്റ് ഗേറ്റ്വേയുടെ ആ ഒരു എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അപ്പം അത് അങ്ങനെ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിലേക്കുള്ള ആക്സസ് എന്ത് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ KSന്റെ കംപ്ലീറ്റ് കോഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ ടെസ്റ്റ് സീരീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിലിംസ് എക്സാമിനേഷന് ടെസ്റ്റ് സീരീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ടെസ്റ്റ് സീരീസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലൈക്ക് മാസ്റ്റർ കോഴ്സിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇനി അതല്ല പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് മാത്രം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 1,000 rupees ആണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. നിങ്ങൾ ഇവിടെ നിന്നാണ് ഇപ്പൊ KSന്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നമുക്ക് കാണാം ഇവിടെ 999 ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന 999 പ്ലസ് അതിന്റെ കൂടെ പേയ്മെന്റ് ഗേറ്റ്വേയുടെ ഫീയും കൂടെ വരുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 1,000 rupees നമുക്ക് എന്ത് ചെയ്യാം QR കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും 1,000 rupees മാത്രം നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്താൽ മതിയായിരിക്കുന്നതാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ കോഴ്സിനെ കുറിച്ചും അത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ മാർച്ച് 5-ാം തീയതി രാത്രി 8 മണിക്ക് നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വെബിനാറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ നമുക്ക് ലൈവായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടും ksranker.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അവിടെ വെബിനാർ എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എൻഷുർ യുവർ സീറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഇവിടെ ലൈക്ക് ഇതുപോലത്തെ ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം ടൈം ഒന്ന് ഓർത്ത് വെക്കുക, മാർച്ച് 5-ാം തീയതി 8 മണിക്കാണ്. ഓക്കെ, സോ 8 to 9:30 PM അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക ഉടൻ തന്നെ ഈ കാണുന്ന വെബിനാറിൽ നിങ്ങൾ എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ പൊളിറ്റിയുടെ ക്ലാസ് ആണ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് ഈ ഒരു ഫൈനൽ ഡോക്യുമെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നതാണ്. സോ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ അത് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്, ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ ലീഗൽ ഫ്രെയിംവർക്ക്. ആ ഫണ്ടമെന്റൽ ലീഗൽ ഫ്രെയിംവർക്ക് എന്താണ് ചെയ്യുന്നത്?
ഡെഫിനറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫണ്ടമെന്റൽ ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. അതെന്താണ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ +1 കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് സൊസൈറ്റിയുടെ ഡിഫറെന്റ് സെക്ഷൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ്സിന് പവർ കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ്സിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ബട്ട് എനിവേ ഒരു ലിമിറ്റഡ് ഫോർമാറ്റിൽ നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, വൈ വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. ഓക്കെ, ഇതിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രൂപത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇസ് എ ഫണ്ടമെന്റൽ ലീഗൽ ഫ്രെയിംവർക്ക് ആണ് ദാറ്റ് ഡിഫൈൻസ് സ്ട്രക്ചർ, പ്രിൻസിപ്പിൾ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഗവൺമെന്റ്, ഓക്കെ, രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഈ ഗവൺമെന്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, ഓക്കെ, ഗവൺമെന്റിന്റെ സ്ട്രക്ചർ എന്തായിരിക്കണം, ഗവൺമെന്റിന്റെ പ്രിൻസിപ്പിൾസ്, വാട്ട് പ്രിൻസിപ്പിൾസ്, ഇവർ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. അപ്പൊ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, അവരെങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇത് ക്ഷേമരാഷ്ട്രം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളത് TPSP ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അത് മുൻനിർത്തിയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന് സ്ട്രക്ചർ, പ്രിൻസിപ്പിൾ, ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പവേഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയെ ഗവേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അത് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്? അല്ല, നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. To lay down the rights and duties of the citizen, the powers and limitation of the government and the guiding principles of the nation. രണ്ടാമത് ഗവൺമെന്റിന് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പവർ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു എൻറ്റിറ്റിക്ക് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് പവർ മാത്രം കൊടുക്കുകയാണ്. ഓക്കെ, അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് വിചാരിക്കാം. അൺചെക്ഡ് പവേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് എന്തിലേക്ക് മാറും, അനാർക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള റൂളിലേക്ക് അത് മാറുന്നതായിരിക്കും, ഒരു ഓട്ടോക്രസിയിലേക്ക് മാറുന്നതായിരിക്കും. ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല. തോന്നിയ പോലെ എന്ത് ചെയ്യും, പവേഴ്സ് യൂസ് ചെയ്യും. അത് മുഴുവൻ ജനങ്ങൾ എന്ത് ചെയ്യും, ഒരുപക്ഷെ ജനങ്ങളുടെ ദ്രോഹത്തിലേക്ക് അതെന്ത് ചെയ്യും, ജനങ്ങളെ ദ്രോഹിക്കുന്നതിലേക്ക് അതെന്ത് ചെയ്യും, ലീഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് റെസ്ട്രിക്ട് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് എവിടെയാണ് അധികാരം ഉപയോഗിക്കാൻ പറ്റുക, എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നത് എന്ത് ചെയ്യണം, റെസ്ട്രിക്ട് ചെയ്യണം. അങ്ങനെ ഈ ലിമിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റിംഗ് ദിസ് ഗവൺമെന്റ്, ഈ ഒരു കൺസെപ്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. Okay, so what is the basic concept of the constitutionalism? The very basic concept of the constitutionalism is that it limits the government. Okay, it is the limited government. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഡെഫിനിഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലീഗൽ ഫ്രെയിംവർക്ക് that defines the structure, principle and functioning of the government. It will lay down the rights and duties of the citizen, the powers and limitations of the government and the guiding principles of the nation. Okay, so അതൊന്ന് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത് നമുക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്നത് 1949 നവംബർ 26 ഈ ഒരു സമയം മുതലാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത്. ഫസ്റ്റ് ടൈം കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യപ്പെടുന്നത് 1949 നവംബർ 26 മുതലാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. ഓക്കെ, പക്ഷേ ഈ പറയുന്ന 1949 നവംബർ 26 ഒരു സുപ്രഭാതത്തിൽ ഒരുപാട് ആളുകൾ ചേർന്നിരുന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് എക്സ്പെരിമെന്റിലൂടെ, ഒരുപാട് സ്റ്റഡീസിലൂടെ, ഒരുപാട് എവല്യൂഷൻ സംഭവിച്ചിട്ട് ഏകദേശം 200 വർഷത്തെ ഒരു ഹിസ്റ്ററി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതായത് നമുക്കറിയാം 1600 ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവർ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, അടക്കി ഭരിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയെ അടക്കി ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. ആ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡിഫറെന്റ് ആയിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ 1773 മുതൽ 1947 വരെ വരുന്ന ഏകദേശം 200ഓളം വർഷം വരുന്ന ഒരു കാലഘട്ടം. ഓക്കെ, സോ അത്രയും കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള നിയമങ്ങളുടെ പരിഷ്കരിച്ചു വന്നിട്ടുള്ള രൂപമാണ് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറുന്നത്.
ഇതെല്ലാം ഇവരുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ഒടുവിൽ വരുന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. സോ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ നല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഫ്രെയിംവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ ഒരു ഫ്രെയിംവർക്ക്, ആ ഒരു സ്ട്രക്ചർ സ്റ്റീൽ ഫ്രെയിംവർക്ക് ആയിട്ട് നിലനിൽക്കുന്നത് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ പല കാര്യങ്ങളും എടുത്തു കളഞ്ഞ് ചിലതൊക്കെ ആഡ് ചെയ്തിട്ട് അതിനൊന്ന് പൊടിപ്പിച്ച് അല്ലെങ്കിൽ അതിന്റെ ബേസിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തുണ്ടാക്കിയതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ലെഗസി അല്ലെങ്കിൽ അതിന്റെ പിന്നിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 1773 മുതൽ 1935 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ എനാക്ട് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് നിയമങ്ങൾ, ലോസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അവര് ലൈക്ക് ഡിഫറെന്റ് ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഈ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോം ആയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. കാരണം അതിന്റെ എവല്യൂഷൻ ആണ് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറുന്നത്. സോ ദാറ്റ് ഈസ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു നെയിമാണ് BR അംബേദ്കർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ബൃഹത്തായിട്ടുള്ള, ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? BR അംബേദ്കർ ആണ്. ഓക്കെ, ഇവിടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ലൈക്ക് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ടായിരുന്നില്ല, ഈ പറയുന്ന രൂപത്തില് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. 1949 മുമ്പ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല. അതിനുശേഷമാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെ, അവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ല? അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കേണ്ട ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കൺസെൻസ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു എൻറ്റയർ സമൂഹത്തിന് എന്ത് വേണം? ഒരു രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള ഐക്യബോധം വേണം, ഒരു കൺസെൻസ് അവരെന്ത് ചെയ്യണം? രൂപപ്പെടുത്തണം. അപ്പൊ ആ പൊളിറ്റിക്കൽ സോഷ്യൽ കൺസെൻസ് ഒരു രാജ്യത്തിനുള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും പൊതുവെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നിയമം അവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്നത് പല നാട്ടുരാജ്യങ്ങളിൽ പല ആളുകളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ തമ്മിൽ പലപ്പോഴും കലഹത്തിലായിരുന്നു, പലപ്പോഴും ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ എന്തുണ്ടായിരുന്നില്ല? ഒരു പൊളിറ്റിക്കൽ കോമൺ സോഷ്യൽ കൺസെൻസ് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷേഴ്സ് വന്നു, അവർ പല നാട്ടുരാജ്യങ്ങളും കീഴടക്കി, എല്ലാവരും ഒരു ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു, എല്ലാവരും അവർ അടക്കി ഭരിച്ചു, ചൂഷണം ചെയ്തു. അതിനു വേണ്ടിയിട്ട് അവർ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഉണ്ടാക്കി, എല്ലാവരും ഒരു പൊതുഭരണ സംവിധാനം എന്ത് ചെയ്തു? പരിചയപ്പെടുത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? ഒരു പൊളിറ്റിക്കൽ കൺസെൻസ് അവിടെ രൂപപ്പെട്ടു. ഈ ഭരണം ഇങ്ങനെ പോരാ, ഇങ്ങനെ മാറണം. എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഭരണത്തിന് പകരം ഒരു കോമൺ ഭരണം വന്നു. അതിൽ എന്ത് മാറ്റം വരണം എന്നുള്ളത് പൊതുവായിട്ട് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ നമുക്കൊരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കൺസെൻസ്, ഒരു ഐക്യബോധം രൂപപ്പെട്ടു വന്നു. അതെന്തിലേക്ക് ലീഡ് ചെയ്തു? ഒരു കോമൺ ഐഡന്റിറ്റിയിലേക്ക് ലീഡ് ചെയ്തു. ഈ ഐഡന്റിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇന്ത്യൻ എന്ന് പറയുന്ന പേര്. വി ബിക്കം ഇന്ത്യൻ. അതുവരെ നമ്മൾ എന്തായിരുന്നു? ചേര, ചോള, പാണ്ഡ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിരുന്നു. അതല്ലാതെ ലൈക്ക് വിജയനഗരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് മൈസൂർ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളം തന്നെ നോക്കിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ, കൊച്ചി, അങ്ങനെ ലൈക്ക് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? മലബാർ എന്ന് പറഞ്ഞ് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കിടക്കുകയായിരുന്നു. ഓക്കെ, ഈവൻ തിരുവിതാംകൂർ പ്രദേശങ്ങൾ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതും ലൈക്ക് ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിവൈഡ് ചെയ്ത് കിടക്കുകയായിരുന്നു. പല നാട്ടുരാജ്യങ്ങളായിട്ട്, പല രാജാക്കന്മാരായിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതായിരുന്നു. ഞാൻ തിരുവിതാംകൂർ, ഞാൻ കൊച്ചിക്കാരൻ, ഞാൻ മലബാറുകാരൻ. ഇതിന് പകരമായിട്ട് നമ്മുടെ ഒരു കോമൺ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നു, ഇന്ത്യൻ. അങ്ങനെ ഇന്ത്യക്കാർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരണം. അപ്പൊ ഒരു കോമൺ ഐഡന്റിറ്റി അവിടെ എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. ഷെയർഡ് വാല്യൂസ്, നമുക്ക് പൊതുവായിട്ടുള്ള ചില വാല്യൂസ്, ചില മൂല്യബോധങ്ങൾ രൂപപ്പെട്ട് വരണം. ഓക്കെ, അതായത് നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ അവകാശങ്ങൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കപ്പെടണം. നമ്മൾ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, വുമൻസിന് എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. സയന്റിഫിക് ആയിട്ടുള്ള തിങ്കിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഹ്യൂമാനിസം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മനുഷ്യത്വം, അത് പ്രൊമോട്ട് ചെയ്യപ്പെടണം. അപ്പൊ ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ട് രൂപപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ഷെയർഡ് വാല്യൂസ് വരുമ്പം അതിന്റെ റിഫ്ലക്ഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞൊരു ഷെയർഡ് വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്, സയന്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് പറയുന്നത്? സയന്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമാനിസം എന്ന് പറയുന്നത് ഇത് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, DPSP ആണോ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണോ? ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അറിയാത്തവർ പേടിക്കേണ്ട, നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇത് എവിടെയാണ് വരുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എവിടെയാണ് വരുന്നത്? ആർട്ടിക്കിൾ 51A വരുന്നത്. ആർട്ടിക്കിൾ 51A ഒരുപാട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. ഓക്കെ, 11ഓളം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അതിൽ ഏതാണ് സയന്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്? ഓക്കെ,
സോ ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51A ക്ലോസ് എച്ചിൽ വരുന്നതാണ് എന്ത് സയന്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അത് നമ്മുടെ സൊസൈറ്റിയുടെ എന്താണ് ഒരു വാല്യൂ ആണ്, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിഫ്ലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതേപോലെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു താല്പര്യമാണ് എന്തെന്ന് പറയുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മതേതരത്വം, മതത്തിന് അതീതമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം ഐക്യമത്യം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ആ ഒരു സെക്യുലറിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് അതെവിടെയാണ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്? എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഫറെന്റ് ആർട്ടിക്കിൾസിലായിട്ട് നമുക്ക് സെക്യുലറിസം കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിരുന്നാലും പ്രിയംബിളിലേക്ക് വരുന്ന സമയത്ത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് ഇന്ത്യയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ അവിടെ വരുന്ന സമയത്ത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ. ഓക്കെ, അപ്പൊ സെക്യുലർ അവിടെ കാണാം, പ്രിയംബിളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതെന്താണ്? നമ്മുടെ ഇന്ത്യക്കാരുടെ കോമൺ വാല്യൂസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കോമൺ വാല്യൂസ് വരുന്ന സമയത്ത് അതിനെ നമുക്ക് കോഡിഫൈ ചെയ്തിട്ട് ഒരു ലോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഷെയർഡ് വാല്യൂസ് വേണം. ദെൻ എഗ്രിമെന്റ് ഓൺ ദ ഗവേണൻസ്, നമുക്ക് ഏത് ഫോം ഓഫ് ഗവൺമെന്റ് ആണ് വേണ്ടത് എന്നുള്ള ഒരു എഗ്രിമെന്റ് വേണം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്ത സമയത്ത് തന്നെ നമുക്ക് പ്രസിഡൻഷ്യൽ സിസ്റ്റം വേണം, പാർലമെന്ററി ഫോം ഓഫ് സിസ്റ്റം വേണം, ഞാൻ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോം ഓഫ് സിസ്റ്റം വേണം. അപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ബ്രിട്ടന്റെ കേസിൽ എന്താണ്, ഹെറിഡിറ്ററി സിസ്റ്റം ആണ് അവിടെ വരുന്നത്. ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ബ്രിട്ടീഷ് മൊണാർക്കാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. നമുക്ക് ഡിഫറെന്റ് സിസ്റ്റംസ് അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ പലരും പലത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗവൺമെന്റോ അല്ലെങ്കിൽ ലൈക്ക് ഒരു സിംഗിൾ ലോ, ഒരു ഫണ്ടമെന്റൽ ലോ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ ലോ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? എഗ്രിമെന്റ് ഓൺ ദ ഗവർണൻസ്, അല്ലെങ്കിൽ ഏത് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഗവർണൻസ് ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ എല്ലാവരും അംഗീകരിച്ച പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ എടുത്തു. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സമയത്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫൈനലായിട്ട് ഫോം ചെയ്തു വരുന്നത്. അടുത്തത് സോവറിൻ ഓതോറിറ്റി ആയിരിക്കണം. ഓക്കെ, ഒരു സോവറിൻ ആയിട്ട് ഈ ലോ ഇനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു സോവറിൻ ഓതോറിറ്റി വേണം. ഈ ജനങ്ങളെല്ലാം കൂടെ പൊതുവെ അംഗീകരിക്കുന്ന അതിന് മുകളിൽ മറ്റൊരു ഓതോറിറ്റി ഉണ്ടാകാൻ പാടില്ല. സോവറിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സ്വതന്ത്രമാണ്, അവർക്ക് മുകളിൽ മറ്റൊരാളില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഓതോറിറ്റി വേണം, ഒരു ഗവൺമെന്റ് വേണം. അവരായിരിക്കണം ഈ ലോ അല്ലെങ്കിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമുക്ക് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പോവാണ്, അപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഗവൺമെന്റ് ഇല്ല, കാരണം ഗവൺമെന്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇലക്ഷൻ നടന്നിട്ട് ജനങ്ങളെ ജയിപ്പിച്ചു വിടണം. ഓക്കെ, അപ്പൊ ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് എങ്ങനെയായിരിക്കണം ഗവൺമെന്റ് എലക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റ്, ആ ഒരു സോവറിൻ എൻറ്റിറ്റി, ഒരു സോവറിൻ ഗവൺമെന്റ് ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അപ്പോയിന്റ് ചെയ്യുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിൽ വീണ്ടും ഇലക്ഷൻ നടക്കുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു സോവറിൻ ഓതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർമേഷൻ നടക്കുള്ളൂ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെ ഒന്നും തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താണ്, ആ സമയത്ത് ഇന്ത്യയെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യ വാസ് നോട്ട് സോവറിൻ. ഓക്കെ, അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ഇൻഡിപെൻഡന്റ് ഡെസിഷൻ മേക്കിംഗ് വരണം. കാരണം എന്താണ്, സോവറിൻ ആണ്, മറ്റൊരാൾ എന്ത് ചെയ്യുന്നില്ല നമ്മളെ സ്വാധീനിക്കാൻ, നമ്മുടെ ഡിസിഷൻ എന്ത് ചെയ്യുന്നില്ല, സ്വാധീനിക്കുന്നില്ല. വി ആർ ഇൻഡിപെൻഡന്റ് ആണ്. അടുത്തത് റെക്കഗ്നീഷൻ ഓഫ് ദ ലീഡർഷിപ്പ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓതോറിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലീഡർഷിപ്പിനെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷനിലേക്ക് അത് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്ക് വേണം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് വേണം. ഓക്കെ, ലൈക്ക് സിവിൽ സർവീസ്. ഓക്കെ, സോ അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ 1947 മുമ്പ് ബ്രിട്ടീഷ് റൂളിലായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. അത് കിട്ടുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഭരണ കാലഘട്ടത്തിലാണ് ഇത് പലപ്പോഴായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻ നടക്കുന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഫ്രം എ ഡൊമിനിയൻ ഇൻ ടു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ഒരു ഡൊമിനിയൻ ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യ പിന്നീട് എന്ത് ചെയ്യുന്നു, ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറുന്നു. ഇതാണ് ഇന്ത്യയുടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ടേക്കുള്ള ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ അത് എനിക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് പറയണം. അതായത് ഇന്നത്തെ നമ്മുടെ മോഡേൺ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് 3 വിങ്ങുകൾ ഉണ്ടായിരിക്കും, അല്ലെ? അതായത് ജുഡീഷ്യറി ഉണ്ടായിരിക്കും, ഓക്കെ, ജുഡീഷ്യറി ഉണ്ടായിരിക്കും,
ലെജിസ്ലേച്ചർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 വിങ്ങുകൾ ചേരുന്നതാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗവൺമെന്റിന്റെ ഫങ്ഷൻസിനെ ഡിഫറെന്റ് എൻറ്റിറ്റീസിലേക്ക്, ഡിഫറെന്റ് ഏജൻസിയിലേക്ക് പിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാം കൂടെ പരസ്പരം ഗവേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്, അല്ലെ? എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, ജുഡീഷ്യൽ ഫംഗ്ഷൻ, 3 ഡിഫറെന്റ് എൻറ്റിറ്റിയെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ലെജിസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനിർമ്മാണം. നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? ലെജിസ്ലേച്ചർ ആണ്. അതിന്റെ നിർവഹണം, ആ നിയമത്തിനെ നടപ്പാക്കുന്നത് ആരാണ് ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് ആണ് ചെയ്യുന്നത്. ഇനി ഇവർ രണ്ടുപേരും ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ നമുക്ക് എന്ത് വേണം? നീതി വേണം. ആ നീതി നിർവഹണത്തിന് വേണ്ടിയിട്ട് ജുഡീഷ്യറിയും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് അവരവരുടേതായിട്ടുള്ള ഡൊമൈനിലാണ് ഇവർ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. അതിനാണ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്, ഡസ് ഇന്ത്യ ഹാവ് വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ഓഫ് പവർ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റി ആയിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാതെ അങ്ങനെയാണോ ഇന്ത്യയിൽ നിൽക്കുന്നത്? ഒരു വാട്ടർ ടൈറ്റ് ആണോ? അതായത് ഇവിടെയുള്ള ആളുകൾ ഒരു തരത്തിലും മറ്റേ ഏരിയയിലേക്ക് പോകാതെ അങ്ങനെ വാട്ടർ ടൈറ്റ് ആണോ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എന്താണ്? ഇപ്പൊ ജുഡീഷ്യറിയിലെ ഒരു ജഡ്ജ് അദ്ദേഹം കറപ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ജഡ്ജിനെ പുറത്താക്കുന്നത് എങ്ങനെയാണ്? പാർലമെന്ററി പ്രൊസീഡിങ്ങിലൂടെയാണ്. ഓക്കെ, റിമൂവൽ റെസൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും? പാസ്സാക്കും. അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ജഡ്ജിയെ പുറത്താക്കുന്നത്. അപ്പൊ ആ ഡിസിഷൻ ആരാ എടുക്കുന്നത്? ലെജിസ്ലേച്ചർ ആണ് എടുക്കുന്നത്. ഇനി ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കർട്ടൈൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഗവൺമെന്റിന്റെ പവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിയമം പാസ്സാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജുഡീഷ്യറി ഇടപെടും, ജുഡീഷ്യൽ റിവ്യൂ വരും. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യും. ഓക്കെ, റെസ്ട്രിക്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ലിമിറ്റേഷൻ അപ്പോൺ ദി ഗവൺമെന്റ്. ഓക്കെ, ലിമിറ്റേഷൻ അപ്പോൺ ദി ഗവൺമെന്റ്, അതായത് എക്സിക്യൂട്ടീവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജുഡീഷ്യറി എന്ത് ചെയ്യും? അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യും. അപ്പൊ ലിമിറ്റേഷൻ ഓഫ് ഗവൺമെന്റിന്റെ ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. വേറെ ഫാക്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചു, അതാണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ വരുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി അതല്ലാതെ പോളിസി കട്ട്, റേറ്റ് കട്ട്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാർലമെന്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് എന്ത് മതി? ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം വെക്കുക, ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചു? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്താണെന്ന് പഠിച്ചു, സെപ്പറേഷൻ ഓഫ് പവർ. ഈ ഒരു സെപ്പറേഷൻ ഓഫ് പവറിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടേഷൻ തന്നെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം പതുക്കെ പതുക്കെ എന്ത് വേണം? സെപ്പറേഷൻ ഓഫ് പവർ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ സംഭവിക്കണം. ഓക്കെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, സോ ഇതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ലൈക്ക് എക്സിക്യൂട്ടീവും ലെജിസ്ലേഷനും നമ്മൾ വാട്ടർ ടൈറ്റ് ആണോ? അല്ല. കാരണം എന്താണ്? നമ്മൾ MLA-മാരെയും MP-മാരെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഈ MLA-മാരും MP-മാരും എന്ത് ചെയ്യും? ഇൻഡയറക്ട്ലി എന്ത് ചെയ്യും? മന്ത്രിമാരെ തെരഞ്ഞെടുക്കും. അവര് MLA-മാരും MP-മാരും അല്ലാത്ത ആളുകൾക്ക് മന്ത്രിമാരാവാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി അഥവാ ആയി കഴിഞ്ഞാൽ പോലും 6 മാസം വരെ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം? അവര് MLA-മാരോ MP-മാരോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ട് MLA MP ആവണം. അതല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല? ഒരു മിനിസ്റ്റർ ആയിട്ട് ആ ഒരു പോസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിപ്പോ ലെജിസ്ലേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിലെ ചില MLA-മാരും MP-മാരും എന്താണ്? എക്സിക്യൂട്ടീവിന്റെയും ഭാഗമാണ്. ഇത് എക്സിക്യൂട്ടീവ് ആണ്, ഇതെന്താണ്? ലെജിസ്ലേച്ചർ ആണ്. ഇവിടെയുള്ള ചില MLA-മാർ ആൻഡ് MP-മാര് ഇവരെന്താണ്? മന്ത്രിമാരാണ്. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവിന്റെയും കൂടെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വാട്ടർ ടൈറ്റ് ആണോ? അല്ല, മ്യൂച്വലി ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം നമ്മൾ സെപ്പറേഷൻ ഓഫ് പവർ അല്ല, ബട്ട് നമുക്കൊരു വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ഓഫ് പവർ അല്ല, ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂച്വലി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു 90% ഓഫ് ദ ഫംഗ്ഷൻസ് ഓരോ ബോഡിയും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ ഡൊമൈനിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഓവർകം ചെയ്യുന്നില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ജുഡീഷ്യറി എന്ത് ചെയ്യുന്നില്ല? നിയമനിർവഹണം നടത്തുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അതിന് എന്ത് പറയും? ജുഡീഷ്യൽ ഓവർ റീച്ച്, ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും? അതിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് ജുഡീഷ്യറി കയറിയിട്ട് നിയമനിർവഹണം നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ജുഡീഷ്യറി is violating or like outstepping its domain of justice into the domain of legislature or the executive. This is called judicial overreach. ഇപ്പൊ ജുഡീഷ്യൽ ഓവർറീച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, സോ അത് നമ്മൾ പഠിച്ചു. ഇനി ഈ സെപ്പറേഷൻ ഓഫ് പവർ ഓവർ ദ ടൈം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത് എന്നതായിരിക്കും ഇനിയുള്ള ക്ലാസ്സിൽ നമ്മുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്.
അപ്പൊ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടറിലാണ് നമ്മുടെ ഒരു യൂണിഫിക്കേഷൻ നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പ് ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു. ഈവൻ ബ്രിട്ടീഷേഴ്സ് പോകുന്ന സമയത്ത് പോലും നമ്മൾ ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു. അവർ അത്രത്തോളം യൂണിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് പോലും. ഓക്കെ, സോ ഏകദേശം 600ലധികം നാട്ടുരാജ്യങ്ങളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം ബ്രിട്ടീഷേഴ്സ് വന്നു, അവർ പല പ്രദേശങ്ങളെയും കീഴടക്കി. ഇപ്പം ബംഗാളിൽ എന്ത് ചെയ്തു, ഒരു ലാർജ് ഏരിയ അവർ പിടിച്ചെടുത്തു. ബാറ്റിൽ ഓഫ് പ്ലാസി വരുന്നുണ്ട്. എന്താണ് വരുന്നത്? 1757. അത് കഴിഞ്ഞിട്ട് 1764 ആയ സമയത്ത് എന്ത് ചെയ്തു, ബക്സർ വന്നു. അതോട് കൂടിയിട്ട് ഡൽഹി വരെയുള്ള പല പ്രദേശങ്ങളും അവർ പിടിച്ചെടുത്തു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മദ്രാസ് ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ടിപ്പുവിനൊക്കെ പരാജയപ്പെടുത്തുന്നുണ്ട്. കർണാട്ടിക് വാർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ബോംബെ ഏരിയയും എന്ത് ചെയ്യുന്നുണ്ട്, അവര് പിടിച്ചെടുത്തു. ഇങ്ങനെ 3 ഏരിയാസിലായിരുന്നു പ്രിഡോമിനന്റ്ലി ബ്രിട്ടീഷേഴ്സ് അവരുടെ ആദ്യ കാലത്തെ പ്രൊവിൻസസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 3 പ്രൊവിൻസും ഗവേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവർണർ ജനറൽമാരെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തും ഡിഫറെന്റ് ഗവർണർ ജനറൽമാർ എക്സിസ്റ്റ് ചെയ്തു. അവരെന്ത് ചെയ്തു, ഭരണത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെന്ത് ചെയ്തു, അങ്ങനെ ഫംഗ്ഷൻ ചെയ്തു. ബംഗാളത്തത് ബംഗാളിലെ ഗവർണർ ജനറൽ തീരുമാനിക്കും. മദ്രാസത്തത് മദ്രാസ് ഗവർണർ ജനറൽ തീരുമാനിക്കും. ബോംബെയിലത്തത് ബോംബെയിലെ ബംഗാൾ ഗവർണർ ജനറൽ എന്ത് ചെയ്യും, തീരുമാനിക്കും. ഇങ്ങനെയായിരുന്നു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്താണ്, ഡിഫറെന്റ് നാട്ടുരാജ്യങ്ങളെ ഒരു ഭരണത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇത് ഇന്ത്യക്കാരെ ഏകോപിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ട് അവർ ചെയ്ത കാര്യമല്ല. അവർക്ക് അധികാരം മുഴുവൻ കീഴടക്കണം. അതായത് ഓരോ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അവർ ബ്രിട്ടീഷേഴ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതാണ്. സോ ഇറ്റ് വാസ് ആൻ അൺഇന്റൻഷണൽ ആക്ട്. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അൺഇന്റൻഷനലി ബ്രിട്ടീഷേഴ്സ് യൂണിഫൈഡ് ഇന്ത്യ, യൂണിഫിക്കേഷൻ ഓഫ് ദി ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ്. അൺഇന്റൻഷനലി ത്രൂ കോൺക്വസ്റ്റ്, ഓരോ പ്രദേശങ്ങളെ കീഴടക്കുന്നതിലൂടെ ദേ യൂണിഫൈഡ് ഇന്ത്യ. ഓക്കെ, പിന്നെ അടുത്തത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ത് പ്രൊവൈഡ് ചെയ്തു? They created an English educated middle class that led to intellectual awakening. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയോളജീസ് കിട്ടി. ആ പൊളിറ്റിക്കൽ ഐഡിയോളജീസിന്റെ ബേസിൽ ആളുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പുതിയ രാഷ്ട്രീയ തത്വങ്ങൾ അവർ സ്വീകരിച്ചു. ഫോർ എക്സാമ്പിൾ ലൈക്ക് സോഷ്യലിസം. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആർമി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ അല്ലെങ്കിൽ ആർമി ഒക്കെ എന്ത് ചെയ്തിട്ടായിരുന്നു, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ 1938 ഒക്കെ ആകുന്ന സമയത്ത്, നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കും. 1938 ഒക്കെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലിസം കേരളത്തിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൻകൂർ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഒക്കെ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളതാണ്, ഡെഫിനറ്റ്ലി നമ്മൾ പഠിക്കും. അപ്പൊ സോഷ്യലിസം ഒക്കെ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇറ്റ് വാസ് ത്രൂ ദ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അതിലൂടെയാണ് നമ്മൾ സോഷ്യലിസത്തിനൊക്കെ പരിചയപ്പെടുന്നത്. അത് നമ്മുടെ ഇന്റലക്ച്വൽ അവേക്കനിങ്ങിലേക്ക് ലീഡ് ചെയ്തു. ഓക്കെ, സോ ഏത് ഫോം ഓഫ് ഗവൺമെന്റ് വേണം, ഡെമോക്രസി വേണം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തുടങ്ങി. അതേ ഒരു റോള് തന്നെയാണ് ന്യൂസ് പേപ്പേഴ്സും ചെയ്യുന്നത്. ദേ എഡ്യൂക്കേറ്റഡ്, ദേ ക്രിയേറ്റഡ് ഓർ ദേ സ്ട്രെങ്തൻ ദ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എമംഗ് ഇന്ത്യൻസ്. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനിൽ നിന്നൊരു വ്യത്യസ്തം കൂടെ എന്തുണ്ട്, ന്യൂസ് പേപ്പേഴ്സിനുണ്ട്. കാരണം എന്താണ്, ഇറ്റ് സ്പ്രെഡ് ദ ഐഡിയോളജീസ് ഓഫ് ദ നാഷണൽ ലീഡേഴ്സ്. നാഷണൽ ലീഡേഴ്സിന്റെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ ന്യൂസ് പേപ്പേഴ്സിന് സാധിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ആദ്യ കാലങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സിന്റെയും എഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആരായിരുന്നു, ഈ പറയുന്ന നാഷണലിസ്റ്റ് ലീഡേഴ്സ് ആയിരുന്നു. ഓക്കെ, സോ നമ്മുടെ ഓരോ നാഷണലിസ്റ്റ് ലീഡേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും അവർക്കൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതിലൂടെ അവർ അവരുടെ ഐഡിയോളജീസ് മുന്നോട്ടേക്ക് വെച്ചു. അപ്പം പൊതുവായിട്ടുള്ള ചില ഐഡിയോളജീസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഷെയർഡ് വാല്യൂസ്, അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ന്യൂസ് പേപ്പേഴ്സ് ഹെൽപ്പ് ചെയ്തു. അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇടയിൽ ഒരു നാഷണാലിറ്റി രൂപം കൊള്ളുന്നതിനും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷനിലേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ലീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അടുത്തത് അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ പിന്നെ വരുന്നതാണ് ബ്രിട്ടീഷേഴ്സ് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭാവനകൾ. ഒന്ന് സിവിൽ സർവീസ്. ഓക്കെ, നമ്മുടെ ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു ഭരണ സംവിധാനത്തിന്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്, എൻറ്റിയർ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആണ്. അപ്പൊ സിവിൽ സർവീസിന് വേണ്ടിയിട്ട്, അതിന് അപ്പോയിന്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബോഡി പോലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, UPSC. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റ് PSC. ഓക്കെ, ഈവൻ ദ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ പോലും അതിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതെന്ത് ചെയ്യുന്നുണ്ട്, യൂണിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കോമൺ അഡ്മിനിസ്ട്രേഷൻ വന്നു. പണ്ട് ചില പ്രദേശങ്ങളിൽ ജമീന്ദാർമാരായിരുന്നു ഭരിച്ചിരുന്നത്. ചില പ്രദേശങ്ങളിൽ എന്തായിരുന്നു, അവിടെ ഗ്രാമങ്ങളായിരുന്നു, വില്ലേജ് എൻറ്റിറ്റീസ് ആയിരുന്നു. ഓക്കെ, ഗ്രാമമുഖ്യനായിരുന്നു, അവരായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ചില പ്രദേശങ്ങളിൽ എന്തായിരുന്നു, അവിടെ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ബന്ധപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രാജാവ് ഓഫീസേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അവരായിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അപ്പൊ പല പ്രദേശങ്ങളിലും പല രൂപത്തിലുള്ള ഭരണകർത്താക്കളും പല രൂപത്തിലുള്ള ഭരണ സംവിധാനവുമായിരുന്നു. എന്നാൽ അത് മാറ്റിയിട്ട് ഒരു കോമൺ സിസ്റ്റം, ഒരു സിവിൽ സർവീസ്, അത് ഇന്ത്യയുടെ എല്ലാ പ്രദേശത്തേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു.
അതുകൊണ്ട് ആ കോമൺ സിസ്റ്റത്തിനെ ഇൻഡിപെൻഡൻസിന് ശേഷവും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഭരണത്തിൽ നിലനിർത്തി. പിന്നെ അടുത്ത രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാര്യമാണ് റെയിൽവേ എന്ന് പറയുന്നത്, അതായത് കണക്ടിവിറ്റി എൻഷുർ ചെയ്തു. ഓക്കെ, ദെൻ അടുത്തത് കമ്മ്യൂണിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ടെലഗ്രാഫ്, പിന്നെ ഒന്ന് പോസ്റ്റൽ സിസ്റ്റം. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. റെയിൽവേ അത് ഈ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടിന്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെലഗ്രാഫ് ആൻഡ് പോസ്റ്റൽ സിസ്റ്റം. ഇത് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് എൻകറേജിങ് നാഷണലിസം. നാഷണലിസം ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റും കൂടെ അവരെന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. ഈ തരത്തിലുള്ള പൊളിറ്റിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിനു വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ലോസ് അവർ ഇനാക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം 1773 ടു 1853. ഇതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം 1857 റിവോൾട്ട് നടക്കുന്നു. ദെൻ 1857 മുതൽ 1935 വരെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് 1858. ഓക്കെ, റിവോൾട്ട് കഴിഞ്ഞ് 1858 മുതൽ 1957 വരെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പുതിയ ലോസ് ഒക്കെ ഇനാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ ഈ ഒരു ഫേസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ഫേസിലെ സെൻട്രലൈസേഷൻ ആണ് നടക്കുന്നത്. സെൻട്രലൈസേഷൻ, അതായത് അധികാരം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിലേക്ക് പതുക്കെ പതുക്കെ കൂടുന്നത് കാണാം. ആദ്യം ഇത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിലേക്കാണ് വരുന്നത്, പിന്നീട് അത് ബ്രിട്ടീഷ് ക്രൗണിലേക്ക് കൂടി വരുന്നത് കാണാം. അങ്ങനെ ആ സെൻട്രലൈസേഷൻ 1853 ആവുന്നത് കൂടിയിട്ട് പീക്കായിട്ട് വരുന്നത് കാണാം. എന്നാൽ അതിനുശേഷം 1858 ശേഷം പിന്നെ നടക്കുന്നത് ഡീസെൻട്രലൈസേഷൻ ആണ്. ഓക്കെ, ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി വെക്കുക. 1858 ശേഷം ഡീസെൻട്രലൈസേഷൻ ആണ്, 1853 വരെ സെൻട്രലൈസേഷൻ ആണ്. ഇനി അതേപോലെ തന്നെ എന്ത് നടക്കുന്നുണ്ട്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, ആദ്യകാലത്തിലെ ജുഡീഷ്യറി പ്ലസ് എക്സിക്യൂട്ടീവ് പ്ലസ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് എല്ലാം ഒരു എൻറ്റിറ്റി ആയിരുന്നു. പിന്നെ ആദ്യം ജുഡീഷ്യറി സെപ്പറേറ്റ് ആവും, പിന്നീട് ലെജിസ്ലേച്ചർ സെപ്പറേറ്റ് ആവും. അങ്ങനെ എന്ത് ചെയ്യും, മൂന്ന് എൻറ്റിറ്റി ആയിട്ട് മാറുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളിലൂടെ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ഇനാക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ആക്ടുകളിലൂടെ ഇനി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇതിൽ ആദ്യം ബ്രിട്ടീഷേഴ്സ് ഈ പറയുന്ന 1600 ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ദേ അറൈവ്ഡ് ആസ് ട്രേഡേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്തു, ദേ വേർ പ്രൊവൈഡഡ് ദിവാനി റൈറ്റ്സ്. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഷാ ആലം സെക്കൻഡ് ഹാസ് പ്രൊവൈഡഡ് ദ ദിവാനി റൈറ്റ്സ്. അതിന്റെ ബേസിൽ പിന്നീട് അവർ ട്രേഡ് നടത്തുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കോൺക്വസ്റ്റ് നടക്കുന്നു, പ്ലാസി, ബക്സർ ഇതെല്ലാം നടക്കുന്നു. അവർ വിവിധ പ്രദേശങ്ങൾ കീഴടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയി മാറുന്നു. അതിന്റെ ഭാഗമായിട്ട് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ആക്ടിലുള്ള ചില പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഗവർണർ ജനറലും സുപ്രീം കോടതിയും തമ്മിലുള്ള ചില അധികാര തർക്കങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നു 1784. അത് കഴിഞ്ഞ് വരുന്നതാണ് കമ്പനിയുടെ മൊണോപ്പൊളി റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് 1813 ചാർട്ടർ ആക്ട് വരുന്നുണ്ട്. പിന്നീട് കംപ്ലീറ്റ്ലി മൊണോപ്പൊളി, നേരത്തെ റെസ്ട്രിക്ട് ചെയ്യായിരുന്നു, അതായത് ലൈക്ക് ഒരു ഓൾമോസ്റ്റ് 90% മൊണോപ്പൊളി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. 90 അല്ല, ലൈക്ക് ഓൾമോസ്റ്റ് 99% എന്ത് ചെയ്യുന്നുണ്ട്, എൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 100% മൊണോപ്പൊളി എൻഡ് ആവുന്നത് ഈ പറയുന്ന ചാർട്ടർ ആക്ട് ഓഫ് 1833 ഇവിടെ എത്തിയതോടുകൂടി സെൻട്രലൈസേഷൻ ഏകദേശം അതിന്റെ ഒരു പീക്ക് പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. 1853 ആയതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഇറ്റ് ബിക്കം അറ്റ് ദ ടോപ്പ്. സെൻട്രലൈസേഷൻ അതിന്റെ ഏറ്റവും ടോപ്പിലേക്കായിട്ട് മാറുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കുന്നു, റിവോൾട്ട് ഓഫ് 1857 സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 മുതൽ ഈ പറയുന്ന 1853 വരെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പുറത്തെ സൈഡിലുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യും. സോ 1773 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രിട്ടീഷേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊവിൻസസ് ഉണ്ടായിരുന്നു. ബംഗാൾ, ബോംബെ, മദ്രാസ്, ഇങ്ങനെ ഡിഫറെന്റ് പ്രൊവിൻസസ് ഉണ്ട്. അപ്പം ഇതിലെ ഏറ്റവും സ്ട്രോങ്ങും ഏറ്റവും ലാർജസ്റ്റ് പ്രൊവിൻസും ഏറ്റവും റിച്ച് പ്രൊവിൻസും എന്താണ്, ബംഗാൾ തന്നെയാണ്. ബ്രിട്ടീഷേഴ്സിന്റെ ഏറ്റവും ആദ്യത്തെ പ്രൊവിൻസും, അവരുടെ ഫസ്റ്റ് പ്രൊവിൻസ്, റിച്ച് പ്രൊവിൻസ്, ലാർജസ്റ്റ് പ്രൊവിൻസ്, സ്ട്രാറ്റജിക്കലി സിഗ്നിഫിക്കന്റ് പ്രൊവിൻസ്, ഇതെല്ലാം എന്താണ്, ബംഗാൾ ആയിരുന്നു. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് പറയണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിലേക്ക് ലീഡ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. ഓക്കെ, സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് അറ്റ് പ്രസന്റ് ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടുള്ള മൊണോപ്പൊളി, അവർക്ക് മാത്രമേ നടത്താൻ പറ്റൂ. ഓക്കെ, അപ്പം സർവാധിപത്യം അല്ലെങ്കിൽ ഏകാധിപത്യം അല്ലെങ്കിൽ ലൈക്ക് ഒരു സിംഗിൾ എൻറ്റിറ്റി എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്തിയിട്ട് അവർ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ബ്രിട്ടനിലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇതിനോടൊരു അസൂയ തോന്നും. അവരെന്ത് ചെയ്യും, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ മൊണോപ്പൊളി റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
പക്ഷെ നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു പവർഫുൾ എൻറ്റിറ്റിയാണ്. അവർക്കും എന്തുണ്ട്, ഗവൺമെന്റിന് മുകളിൽ സ്വാധീനമുണ്ട്. അപ്പം ഇനീഷ്യലി ഒന്നും ഇത് നടക്കുന്നില്ല. ബട്ട് ഗവൺമെന്റിനും എന്ത് ചെയ്യണം, ഇത് റെസ്ട്രിക്ട് ചെയ്യണം, ബാക്കിയുള്ളവർക്കും കൂടെ ഇത് ഓപ്പൺ ആക്കി കൊടുക്കണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേസ് നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ബ്രിട്ടന്റെ കേസാണ് കേട്ടോ. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡെഫിനറ്റ്ലി ഒരു കമ്പനിയാണ്, അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ട്, ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ കറപ്റ്റഡ് ആയിട്ട് മാറി. ഓക്കെ, അവരെന്ത് ചെയ്തു, ബ്രൈബ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, കൈക്കൂലി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവരോരോരുത്തരും പ്രൈവറ്റ് ആയിട്ട് ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അറ്റ് പ്രസന്റ് ട്രേഡ് മോണോപോളി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഓഫീസേഴ്സും അവർ പ്രൈവറ്റ് ആയിട്ട് ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, സോ ഇതെല്ലാം കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞു, അവർ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പകരം എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് ഇവരുടെ മുകളിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിലെ സിനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് കാരണം എന്താണ്, ഇവിടെയുള്ള മറ്റ് മെർച്ചൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൊണോപ്പൊളി റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നീക്കം നടക്കുന്നത്. ഓക്കെ, അത് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1830 ആകുന്നത് കൂടിയിട്ട് ഇന്ത്യ ആയിട്ടുള്ള ട്രേഡിൽ എക്സെപ്റ്റ് ടീ എല്ലാ മൊണോപ്പൊളി എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാവുന്നുണ്ട്. ഓക്കെ, അതൊരു സ്ലോ പ്രോസസ് ആണ്, വി വിൽ ഡിസ്കസ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 40ഓളം വർഷം എടുത്തിട്ട് നടന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ കാലഘട്ടത്തിലെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കണം, അത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത്, ഇറ്റ് ബിഗാൻ ദ ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് അഫയേഴ്സ് ഇൻ ഇന്ത്യ. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഹെൽപ്പ് ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 1830 വരെ ഓവർ ദ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിൽ ഇവരുടെ ആധിപത്യം, ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. laid the foundation for centralized governance. ഓക്കെ, അധികാരം ഒരു വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു വരുന്നതും ഇവിടെ എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് പറ്റും. Then it officially recognized the company's political and administrative authority. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓതോറിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവര് അംഗീകരിക്കുന്നുണ്ട് ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ. ദെൻ അപ്പോയിന്റഡ് ലോർഡ് വാറൻ ഹാസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു ആ സമയത്ത് ഗവർണർ ജനറൽ ആണ്. എവിടുത്തെ ഗവർണർ ജനറൽ ആണ്, ബംഗാളിലെ ഗവർണർ ജനറൽ ആണ്. ഓക്കെ, സോ ബംഗാളിലെ ഗവർണർ ജനറൽ ആണ് ലോർഡ് വാറൻ ഹാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വാറൻ ഹാസ്റ്റിംഗും അദ്ദേഹത്തിന്റെ 4 മെമ്പർ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അതായത് ഗവർണർ ജനറൽ പ്ലസ് 4 മെമ്പർ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, സോ ഇവരാണ് എന്ത് ചെയ്യുന്നത്, അൾട്ടിമേറ്റ് ആയിട്ട് ഭരണം നടത്തുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ തന്നെ പുതിയൊരു റീഫോം നടക്കുകയാണ്, ജുഡീഷ്യറിയെ സെപ്പറേറ്റ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെപ്പറേഷൻ ഓഫ് പവർ ഇനി സംഭവിക്കുന്നു പറയുന്നത്, അത് സംഭവിക്കാൻ പോവാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, 1774 കൽക്കത്തയിൽ സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവറിന്റെ ഭാഗമായിട്ട് ഗവർണർ ജനറൽ എന്ത് ചെയ്തു, ഗവർണർ ജനറൽ, അതായത് ബംഗാളിലെ ഗവർണർ ജനറൽ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയരുത്, അത് സംഭവിച്ചിട്ടില്ല. ഓക്കെ, സോ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആരാണ് ചെയ്യുന്നത്, ഗവർണർ ജനറൽ ആണ്. ജുഡീഷ്യൽ ആയിട്ട് ഇപ്പൊ ആര് വന്നു, സുപ്രീം കോടതി വന്നു. അപ്പൊ അവർ സെപ്പറേഷൻ ഓഫ് പവർ എന്ത് ചെയ്തു, ഒരു വിങ്ങിന്റെ സെപ്പറേഷൻ ഓഫ് പവർ നടന്നു. ദെൻ ഇറ്റ് ബാൻഡ് പ്രൈവറ്റ് ട്രേഡ് ആൻഡ് ബ്രൈബ്. ഞാൻ പറഞ്ഞു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസർ എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റ് ട്രേഡും ബ്രൈബും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തത്, സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയത്. അപ്പം അതെന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ദെൻ റിക്വയർഡ് ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ടു റിപ്പോർട്ട് ഓൺ റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ്. സോ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് 3 കാര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം. ഒന്ന് സിവിൽ മാറ്റേഴ്സിൽ, റവന്യൂ മാറ്റേഴ്സിൽ, മിലിറ്ററി അഫയേഴ്സിൽ. ഓക്കെ, സോ ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതായത് കമ്പനിയാണ്, അതിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. കാരണം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആക്ടിന്റെ അണ്ടറിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സിവിൽ, റവന്യൂ, മിലിറ്ററി മാറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, അവർ പ്രോപ്പർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, ഓർത്ത് വെച്ചാൽ മതി, അപ്പൊ മറന്നു പോകില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, സിവിൽ, റവന്യൂ, മിലിറ്ററി അഫയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ വരും. അപ്പം ഈ പറയുന്ന സിവിൽ ആൻഡ് മിലിറ്ററി പവേഴ്സ് അവരിലേക്ക് ഷിഫ്റ്റ് ആവും, അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പം അറ്റ് പ്രസന്റ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ കൺട്രോളിലാണ് സിവിൽ, മിലിറ്ററി, റവന്യൂ അഫയേഴ്സ് വരുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കും. അതിനടുത്തത്, ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസീസ് were made subordinate to ബംഗാൾ ഗവർണർ ജനറൽ. ഇത് രണ്ടും എന്താണ്, ഇപ്പം ആക്ടിങ് ആസ് എ സബോർഡിനേറ്റ് ടു ദി ബംഗാൾ. അതായത് അധികാരം ഫസ്റ്റ് എങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്, ഗവർണർ ജനറൽ ഇൻ ബംഗാൾ. ഞാൻ ഓഫ് ബംഗാൾ പറയില്ല, അത് അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ഓഫ്
ട്രാൻസിഷൻ ആണ്. ഓക്കെ, സോ ബംഗാളിലുള്ള ഗവർണർ ജനറൽ ഇപ്പൊ എന്ത് ചെയ്തു, സുപ്രീം ആയിട്ട് വരികയാണ്, അല്ലെങ്കിൽ ടോപ്പ് ആയിട്ട് വരികയാണ്. അതിന്റെ അണ്ടറിലേക്ക് എന്ത് ചെയ്തു, മദ്രാസിനെയും അതുപോലെ തന്നെ ബോംബെയും മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഈ ഒരു ട്രാൻസിഷൻ, അതായത് മൈൽ സ്റ്റോൺ ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നുണ്ട്, സുപ്രീം കോടതി ക്രിയേറ്റ് ചെയ്തു കൽക്കത്തയിൽ 1774. അതുപോലെ തന്നെ ജുഡീഷ്യസ് ആയിട്ടുള്ള ജുഡീഷ്യറിയിൽ ചില സ്ട്രക്ചറൽ റീഫോംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പൊ ജുഡീഷ്യറി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അത്രയും കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പേഴ്സണൽ ലോസ് ഒക്കെ റെഗുലേറ്റ് ചെയ്തിരുന്നത് ഡിഫറെന്റ് റിലീജിയസ് ലോ പ്രകാരം ആയിരുന്നു. അതായത് മുസ്ലിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, മുസ്ലിങ്ങളുടെ പേഴ്സണൽ ലോ ഉണ്ട്. ഹിന്ദുക്കൾക്ക് എന്തുണ്ട്, ഹിന്ദുക്കളുടേതായിട്ടുള്ള പേഴ്സണൽ ലോസ് ഉണ്ട്. അവൻ ലൈക്ക് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഇവർക്കൊക്കെ എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണൽ ലോസ് ആണ്. ബട്ട് സുപ്രീം കോടതി വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ആ ജുഡീഷ്യൽ അല്ലെങ്കിൽ ഈ ഒരു നിയമ വിധി ഇത്തരത്തിൽ അതായത് നിയമവ്യവസ്ഥിതിയിൽ ഒരു മാറ്റം വരികയാണ്. ഒരു സിംഗിൾ ലോ കൊണ്ടുവരാന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കോമൺ ലോയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഈ കമ്മ്യൂണിറ്റീസ് ഒക്കെ എന്തുണ്ടായിരിക്കും, ഒരു ഡിസ്കണ്ടന്റ് ഫോം ചെയ്യും, അല്ലെ? ഡിസ്കണ്ടന്റ് ഫോം ചെയ്യും, ഒരു അതൃപ്തി ഫോം ചെയ്യും. കാരണം ഞങ്ങളുടെ റിലീജിയസ് ഡൊമൈനിലേക്ക് ഇപ്പൊ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ കൈകടക്കുകയാണ്. അവർ അവരുടേതായിട്ടുള്ള നിയമപ്രകാരം എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്ന ആ ഒരു സെന്റിമെന്റ് ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യും, ദെൻ അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് റെക്കഗ്നേഷൻ ഓഫ് ദി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്തു, കമ്പനിയുടെ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എൻറ്റിറ്റി ആയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. അതിന്റെ മാനേജിംഗ് പൊസിഷനിലേക്ക് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നിൽക്കുന്നത്. ഇവർക്ക് സിവിൽ, മിലിറ്ററി ആൻഡ് റവന്യൂ അഫയേഴ്സ് എന്ത് ചെയ്തു, എൻട്രസ്റ്റ് ചെയ്തു. അതിലൊക്കെ അവർ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ദെൻ ഫൗണ്ടേഷൻ ഓഫ് ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. കാരണം എന്താണ്, ഈ പറയുന്ന ബോംബെ മദ്രാസ് പ്രസിഡൻസിയെ ബംഗാൾ പ്രസിഡൻസിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു, സെൻട്രലൈസേഷൻ നടന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക. അതുവരെ ഉണ്ടായിരുന്നത് ഗവർണർ ജനറൽ ആയിരുന്നു. ഇപ്പൊ പുതിയൊരു സുപ്രീം കോടതിയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നല്ലാതെ ഇതിന്റെ അധികാരമൊക്കെ എന്താന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് വെയ്ഗ് ആയിട്ട് കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ച് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രോപ്പറായിട്ട് അതിനൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. ഈ ഗവർണർ ജനറലിന്റെ അത്രയും കാലം ഉണ്ടായിരുന്ന അധികാര പരിധി, കാരണം ഇതായിരുന്നു അന്നത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പവർ. അപ്പം ഇത് വേഴ്സസ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ടെൻഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാരണം സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ ഡെയിലി അഫയേഴ്സിലൊക്കെ എന്ത് ചെയ്തു, ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ഇവരുടെ ഒഫീഷ്യൽ ടാസ്കുകളിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്തു, അത് ശരിയല്ല, തെറ്റല്ല എന്നുള്ള വിധി ഒക്കെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള ഒരു ടെൻഷൻ വരാൻ തുടങ്ങി. കാരണം ഇത്രയും കാലം സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ടായിരുന്നില്ല. എല്ലാം നോക്കി നടത്തിയിരുന്നത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒക്കെ ഗവർണർ ജനറൽ ആയിരുന്നു. ഇപ്പൊ ജുഡീഷ്യറി സെപ്പറേറ്റ് ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെപ്പറേഷൻ ഓഫ് പവർ മറികടന്നിട്ട് വെൻ ജുഡീഷ്യറി ഈസ് സ്റ്റെപ്പിംഗ് ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് അപ്പ് ഇൻ ടു അതർ ഡൊമൈൻസ്, അത് നമ്മൾ എന്തായിട്ടാണ് പറയുക, ജുഡീഷ്യൽ ഓവർ റീച്ച് ആയിട്ടാണെന്നുള്ളത് ഡെഫിനിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ജുഡീഷ്യൽ ഓവർ റീച്ച് ആണ്. സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർ ജനറലിന്റെ അഫയേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യും, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യും, സുപ്രീം കോടതിയുടെ പവേഴ്സ് റെസ്ട്രിക്ട് ചെയ്യും. ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടണം, ഇടപെടണ്ട എന്ന് പറയും. ഇതാണ് ഇനി എന്ത് ചെയ്യുന്നത്, സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഗവർണർ ജനറൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സിസ്റ്റിംഗ് പവർ ആയിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ടു അഡ്മിനിസ്റ്റർ ദ ജസ്റ്റിസ്, അതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ നൗ ഇറ്റ് ഈസ് ലൈക്ക് സുപ്രീം കോർട്ട് വേഴ്സസ് ഗവർണർ ജനറൽ. ദെൻ അടുത്തത് എന്ത് ചെയ്യുന്നുണ്ട്, ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് വാസ് വെയ്ഗ്. ഇവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അവർക്ക് എങ്ങോട്ടേക്കും കയറിയിട്ട് എന്ത് ചെയ്യാം, അവരുടെ അധികാരം വിനിയോഗിക്കാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയി. ദെൻ സുപ്രീം കോർട്ട് ക്ലെയിംഡ് ഓതോറിറ്റി ഓവർ ഓൾ ബ്രിട്ടീഷ് സബ്ജക്ട് ഇൻക്ലൂഡിംഗ് കമ്പനി ഒഫീഷ്യൽസ്. ഇങ്ങനെ എന്ത് ചെയ്തു, കമ്പനിയുടെ ഡെയിലി അഫയേഴ്സിൽ ഇവർ തലയിടാൻ തുടങ്ങി. അതാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് തലവേദനയായിട്ട് മാറുന്നതും ഇവര് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സ്വാധീനിച്ചിട്ട് അടുത്ത ഒരു ആക്ടിലേക്ക് എന്ത് ചെയ്യുന്നത്, അത് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഡിസ്കണ്ടന്റ് എമംഗ് ദ ഇന്ത്യൻസ്. ഇതിന് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാരണം പേഴ്സണൽ ലോസിന് പകരം ഇപ്പൊ സുപ്രീം കോടതി എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള വിധി പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഇത് ഒരു ഡിസ്കണ്ടന്റ് ഇന്ത്യയിലേക്ക് രൂപപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ ഇടയിൽ രൂപക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതും റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ദെൻ കമ്പനീസ് പ്രഷർ ഓൺ ബ്രിട്ടീഷ് പാർലമെന്റ്. അതിന് കാരണം എന്താണ്, ഈ ഗവർണർ ജനറലിന്റെ ലൈക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യും, ദേ വിൽ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യും, ദേ വിൽ ട്രൈ ടു ഇൻഫ്ലുവൻസ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്, എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഓക്കെ, അങ്ങനെയാണ് ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1784 വരുന്നത്. ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഗവർണർ ജനറലിന് തന്നെയാണ് പവർ കൂടുതൽ. സുപ്രീം കോടതി എന്ത് ചെയ്യണ്ട,
ഇവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടീസിലൊന്നും കയറി ഇടപെടണ്ട എന്ന് പറയുന്ന ആക്ട് ആണ് എന്ത് 1781 എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലും ഗവർണർ ജനറൽ ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ് തന്നെയാണ്. നേരത്തെ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു, ഇപ്പോഴും എന്താണ്? വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. വാറൻ ഹേസ്റ്റിംഗ് പ്ലസ് 4 എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഗവർണർ ജനറൽ പ്ലസ് 4 എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഇവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. Then Governor General and Council exempted from the Supreme Court's jurisdiction for official act. അപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലൊന്നും എന്ത് ചെയ്യണ്ട? സുപ്രീം കോടതി അങ്ങോട്ടേക്ക് കയറിയിട്ട് ഇടപെടാൻ നിൽക്കണ്ട. ആ ഒരു ജുഡീഷ്യൽ ഓവറീച്ചിന് അവിടെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഓക്കെ. ദെൻ റവന്യൂ മാറ്റേഴ്സ് എക്സ്ക്ലൂഡഡ് റവന്യൂ ഇഷ്യൂസ് ഫ്രം ദ സുപ്രീം കോർട്ട്സ് ജുറിസ്ഡിക്ഷൻ. കാരണം സുപ്രീം കോടതി ജസ്റ്റിസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, അതായത് ജുഡീഷ്യൽ ആക്ടിവിറ്റീസ് ആണ് നോക്കേണ്ടത്. റവന്യൂ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ ഡൊമൈൻ ആണ്, അല്ലെ? അത് സെപ്പറേഷൻ ഓഫ് പവർ ആണ്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യേണ്ട? ഇന്റർഫിയർ ചെയ്യേണ്ട. സെപ്പറേഷൻ ഓഫ് പവർ സംഭവിക്കുകയാണ്. അടുത്തത് പേഴ്സണൽ ലോസ്. അപ്പം കോർട്ട് എന്ത് ചെയ്യണം? ഹാവ് ടു അപ്ലൈ ഹിന്ദു ആൻഡ് മുഹമ്മദൻ, അതായത് മുസ്ലിം ലോസ് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു അപ്ലൈ ഇൻ ദി റെസ്പെക്റ്റീവ് ഡിഫൻഡൻസ്, അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് കേസുകളിൽ എന്ത് ചെയ്യണം? അത് തന്നെയായിരിക്കണം ഫോളോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ദെൻ അപ്പീൽസ്. പ്രൊവിൻഷ്യൽ കോർട്ട് അപ്പീൽസ് ഡയറക്റ്റഡ് ടു ദി ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ. ഗവർണർ ജനറലും കൗൺസിലും ചേരുന്ന ആ ഒരു എൻറ്റിറ്റിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അപ്പീൽസ് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവിൻഷ്യൽ കോർട്ടുകളെയും അതുപോലെ തന്നെ കൗൺസിലുകളെയും റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് എന്ത് നിയമനിർമ്മാണം നടത്താം, റെഗുലേഷൻസ് കൊണ്ടുവരാം. ആർക്ക്? ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന്. ഗവർണർ ജനറൽ അല്ല, ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ. ഓക്കെ, അതായത് ഗവർണർ ജനറലും പ്ലസ് ഈ 4 മെമ്പേഴ്സും. ഓക്കെ, ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്ത്? അതൊരു 5 മെമ്പർ ബോഡിയായി. അപ്പൊ ആ 5 മെമ്പർ ബോഡിക്ക് എന്ത് ചെയ്യാം? റെഗുലേഷൻസ് കൊണ്ടുവരാം. റെഗുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ അതർവൈസ് എന്താണ്? ലോ ആണ്, അല്ലെ? ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജിസ്ലേഷൻ ആണ്. ഇപ്പൊ ലെജിസ്ലേഷൻ ഇപ്പോഴും ആരുടെ ഡൊമൈൻ തന്നെയാണ്? ഗവർണർ ജനറൽ ഇൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതായത് ഈ ഒരു 5 മെമ്പർ ബോഡിയുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഓക്കെ, ഇവിടേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ സെറ്റിൽ ചെയ്തത് എന്താണ്? സുപ്രീം കോർട്ട് വേഴ്സസ് ഗവർണർ ജനറൽ. ഈ ഒരു ഇഷ്യൂ ആണ് നമ്മളിപ്പോ സെറ്റിൽ ചെയ്തത്. ഇനി അടുത്ത ഇഷ്യൂ ആരൊക്കെ തമ്മിലാണ്? ഗവർണർ ജനറൽ വേഴ്സസ് ഈ പറയുന്ന 4 എക്സിക്യൂട്ടീവ് കൗൺസിൽ ആണ്. കാരണം ഡിസിഷൻ എടുക്കുന്നത് ഈ 5 മെമ്പർ ബോഡിയാണ്. ഓക്കെ, അപ്പൊ പലപ്പോഴും ഗവർണർ ജനറലിലേക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന 4 മെമ്പേഴ്സ് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും തീരുമാനം എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇതാണ് മേജർലി എന്ത് ചെയ്യുന്നത്? പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ നമ്മൾ അഡ്രസ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെയും ഗവർണർ ജനറൽ ആയിട്ട് നിൽക്കുന്നത് വാറൻ ഹേസ്റ്റിംഗ് തന്നെയാണ്. ദെൻ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻക്രീസ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊസഷൻസിനെ മുഴുവൻ ബ്രിട്ടീഷ്, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺക്വയർ ചെയ്ത ടെറിട്ടറീസിനെ മുഴുവൻ ബ്രിട്ടീഷ് പൊസഷൻ എന്നാണ് ഈ ഒരു ആക്ടിൽ എന്ത് ചെയ്യുന്നത്? വിശേഷിപ്പിക്കുന്നത്. ഫസ്റ്റ് റെഫേർഡ് അല്ലെങ്കിൽ ഫസ്റ്റ് റെഫറൻസ് ടു കമ്പനീസ് ടെറിട്ടറി ആസ് ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ, ഗ്രാൻഡിങ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സുപ്രീം കൺട്രോൾ. ഇപ്പൊ എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിലേക്ക് ഇപ്പം ആര് വന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്നു. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് വരുന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ബംഗാളിലെ ഗവർണർ ജനറൽ. ഇതിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗവർണർ ജനറൽ ഓഫ് മദ്രാസും വരുന്നുണ്ട്, ഗവർണർ ജനറൽ ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്? ബോംബെയും വരുന്നുണ്ട്. ഓക്കെ, സോ കണ്ടോ, പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പിരമിഡ് പോലെ ഒരു കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ഡിസ്റ്റിങ്ഷൻ എന്താണ്? സെപ്പറേറ്റഡ് കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദി കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? സിവിൽ, മിലിറ്ററി ആൻഡ് റവന്യൂ. ഇത് മൂന്നും ആരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? കമ്പനിയുടെ അഫയേഴ്സ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നൗ ഇനി അതാരാണ് ചെയ്യുന്നത്? ഇതിൽ നിന്ന് സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ബോർഡ് ഓഫ് കൺട്രോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു എൻറ്റിറ്റി വരും, ഈ കാര്യം ഓർത്ത് വെക്കണം എന്നുള്ളത്. സോ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന സിവിൽ, മിലിറ്ററി, റവന്യൂ അഫയേഴ്സില് സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ഇങ്ങോട്ടേക്ക് കൊടുത്തു. ഓക്കെ, അതോട് കൂടിയിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്തായി? ദേ ഓവർസോ ഓൺലി ദി കൊമേഴ്ഷ്യൽ അഫയേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ മാറ്റേഴ്സ് മാത്രമേ ഇനി അവർ എന്ത് ചെയ്യുള്ളൂ? ഓവർസോ ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ്ഡ് പൊളിറ്റിക്കൽ അഫയേഴ്സ്, മാനേജ്ഡ് സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ആൾസോ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന റവന്യൂ നമുക്ക് എക്സിക്യൂട്ടീവ് ഡൊമൈൻ ആയിട്ടും ഇതിന് നമ്മൾ എന്താണ് ലെജിസ്ലേച്ചർ ഡൊമൈൻ ആയിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർഷ്യൽ സെപ്പറേഷൻ ഓഫ് പവർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ദേ ആർ ലൈക്ക് എക്സ്പെരിമെന്റിങ്. ഓക്കെ, സോ ആ ഒരു സ്റ്റേജ് ആയിട്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് ഈ പറയുന്ന ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ച് ഒന്നും വരുന്നില്ല, ബട്ട് ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ലൈക്ക് എന്താ പറയാ,
ഒരു ഓവർ റൈഡിംഗ് ഓതോറിറ്റി ഗവർണർ ജനറൽക്ക് കൊടുക്കുന്ന ഒരു ആക്ട് ആണ് 1786 ആക്ട് എന്ന് പറയുന്നത്. സോ ഗവർണർ ജനറൽ അപ്പോയിന്റ്മെന്റ്, അതായത് ലോർഡ് കോൺവാലിസ് വീണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലോർഡ് കോൺവാലിസ് അപ്പോയിന്റഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആൻഡ് കമാൻഡർ ഇൻ ചീഫ്. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോർഡ് കോൺവാലിസ് ഈ ആക്ട് ഓഫ് 1786 കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബംഗാളിലെ കമാൻഡർ ഇൻ ചീഫ് ആകുന്നുണ്ട്. ലോർഡ് കോൺവാലിസ് എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഗവർണർ ജനറൽ വേഴ്സസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഇതിലെ എക്സിക്യൂട്ടീവ് കൗൺസിൽസിന്റെ ഡിസിഷനെ ഓവർറൈഡ് ചെയ്യാനുള്ള പവർ ആർക്ക് കൊടുക്കുകയാണ്, ഈ പറയുന്ന കോൺവാലിസിന് കൊടുക്കുകയാണ്, ഗവർണർ ജനറൽക്ക് കൊടുക്കുകയാണ്. അതായത് ഓവർ റൈഡിംഗ് ഓതോറിറ്റി. കോൺവാലിസ് വാസ് ഗ്രാൻഡഡ് ദ പവർ ടു ഓവർ റൈഡ് കൗൺസിൽസ് ഡിസിഷൻ ഇൻ സ്പെഷ്യൽ കേസസ്. ഓക്കെ, സോ ഈ ഒരു വേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇഷ്യൂ, ഗവർണർ ജനറൽ വേഴ്സസ് കൗൺസിൽ ഓഫ് ഗവർണർ ജനറൽ, ഈ ഒരു ഇഷ്യൂല് ഇപ്പം ആര് ഡൊമിനേറ്റഡ് ആയി, ഗവർണർ ജനറൽ. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസിനെ നമ്മൾ ഒന്നൊന്നായിട്ട് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഫൈനൽ ആയിട്ട് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1793 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതില് ഈ സമയത്ത് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഷോർ ആണ്. അപ്പൊ നേരത്തെ കോൺവാലിസിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഓവർ റൈഡിംഗ് പവർ ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ജോൺ ഷോറിനും എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവ് കൗൺസിൽസിന്റെ ഡിസിഷനെ സം സ്പെഷ്യൽ കേസസിൽ എന്ത് ചെയ്യാം, ഓവർ റൈഡ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഇറ്റ് ഇൻക്രീസ്ഡ് ഓതോറിറ്റി, എൻഹാൻസ്ഡ് ഗവർണർ ജനറൽസ് കൺട്രോൾ ഓവർ ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസി എഗെയിൻ സെൻട്രലൈസേഷൻ. ഓക്കെ, അതായത് വീണ്ടും മദ്രാസിന്റെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബോംബെയുടെയും പല കാര്യങ്ങളും തീരുമാനിക്കുന്ന ആളായിട്ട് ആരെ മാറ്റുന്നുണ്ട്. ഓക്കെ, ആരെ മാറ്റുന്നുണ്ട്, നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ട്രേഡ് മോണോപ്പൊളി. ഓക്കെ, ട്രേഡ് മോണോപ്പൊളി എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത 20 വർഷത്തേക്ക്. അപ്പൊ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രേഡ് കൊടുത്തത് ആരാണ്, ട്രേഡ് മൊണോപ്പൊളി കൊടുത്തത് ആരാണ്, അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഈ ഒരു ട്രേഡ് മൊണോപ്പൊളി കൊടുക്കുന്നത്. അത് വീണ്ടും 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ സൂൺ ഈ ഒരു 20 വർഷം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതോടുകൂടിയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ട്രേഡ് മൊണോപ്പൊളി എൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, സോ ഹിയർ കംസ് ചാർട്ടർ ആക്ട് ഓഫ് 1813. ഇത് വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഒന്നാമത്തത്, ഗവർണർ ജനറൽ ഈ സമയത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് മിന്റോ ആണ്. ഓക്കെ, ഏകദേശം വീണ്ടും ഒരു 90-95 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു മിന്റോയെ കേൾക്കും. 1909 ഒക്കെ ആകുന്ന സമയത്ത് മിന്റോ മോർലി റീഫോംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു മിന്റോയെ കേൾക്കും. അത് ലൈക്ക് ഒരു ഡിഫറെന്റ് മിന്റോ, അതുകൊണ്ടാണ് ഇവിടെ മിന്റോ 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ വീണ്ടും ഒരു മിന്റോ വരുന്നുണ്ട്. സോ ലോർഡ് മിന്റോയുടെ ആണ് ഈ സമയത്ത് എന്ത്, ഗവർണർ ജനറൽ. എവിടുത്തെ ഗവർണർ ജനറൽ, ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. Then it ended the trade monopoly of East India Company, allowing all British merchants to trade in India except for trade with China and trade in tea. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 99% ട്രേഡും എന്ത് ചെയ്യും, ഈ 1813 ആക്ടോട് കൂടിയിട്ട് എൻഡ് ചെയ്യും, എക്സെപ്റ്റ് ടീ ഒഴികെയുള്ള ബാക്കി എല്ലാം ഇതോട് കൂടിയിട്ട് അവസാനിച്ചു. ബട്ട് ട്രേഡ് മൊണോപ്പൊളി വിത്ത് ചൈന എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചൈന എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കി മർച്ചൻസിനും കൂടെ ഇനി എന്ത് ചെയ്യാം, ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. Then it asserted British crown sovereignty over company territory. വീണ്ടും എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ക്രൗൺ ഡൊമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലേക്ക് എന്ത് ചെയ്തു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരികയാണ്. അപ്പം വീണ്ടും ലൈക്ക് ഹൈറാർക്കി അവിടെ ഫോം ചെയ്യുന്നു, കോൺസെൻട്രേഷൻ ഓഫ് പവർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ രൂപം കൊള്ളുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. Then അടുത്തത്, it empowered local governments to impose tax and punish defaulters. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കൽ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. എക്സ്റ്റെൻഡഡ് കമ്പനീസ് റൂൾ ഫോർ അനദർ 20 years, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എൻഹാൻസ്ഡ് പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ. ബോർഡ് ഓഫ് കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിരുന്നു ആരെന്ന് പറയുന്നത്, ബോർഡ് ഓഫ് കൺട്രോൾ. അവരുടെ പവേഴ്സ് വീണ്ടും കൂട്ടുന്നുണ്ട്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൺട്രോൾ എന്ത് ചെയ്യണം, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിൽ കൂട്ടണം. അതിനെന്ത് ചെയ്യണം, ബോർഡ് ഓഫ് കൺട്രോളിന്റെ പവേഴ്സ് കൂട്ടണം. അങ്ങനെ എന്ത് ചെയ്തു, അത് കൂട്ടി. പിന്നെ അടുത്തത്, ഇറ്റ് അലൗഡ് ക്രിസ്ത്യൻ മിഷണറീസ് ടു പ്രൊമോട്ട് മോറൽ ആൻഡ് റിലീജിയസ് ഇംപ്രൂവ്മെന്റ്സ്. കണ്ടോ, മോറൽ ആൻഡ് റിലീജിയസ് ഇംപ്രൂവ്മെന്റ്സ്, അവരെന്തോ നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ളത്. ബട്ട് ആക്ച്വലി വാട്ട് ഇറ്റ് വാസ് ഫോർ ദി ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻസ് ആയിരുന്നു. ഓക്കെ, മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ബട്ട് അതിനെ പറഞ്ഞിരിക്കുന്നത് ടു പ്രൊമോട്ട് മോറൽ ആൻഡ് റിലീജിയസ് ഇംപ്രൂവ്മെന്റ് എന്നാണ്. ഓക്കെ, സാംസ്കാരികമായിട്ട് നമ്മുടെ കൾച്ചറിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷേഴ്സ് എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
CMS മിഷനറി വരുന്നുണ്ട്, LMS മിഷനറി, ലണ്ടൻ മിഷൻ സൊസൈറ്റി വരുന്നുണ്ട്, ദെൻ ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി, ഓക്കെ, CMS മിഷൻസ്. സോ ഇവരൊക്കെ കേരളത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ആക്ടിന്റെ ഈ ഒരു പ്രൊവിഷന്റെ അണ്ടറിലാണ്. ഓക്കെ, സോ ക്രിസ്ത്യൻ മിഷണറീസിന് കൊടുക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് ഒരു ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദി എഡ്യൂക്കേഷൻ, ഒരു 1 lakh എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് റെഗുലേറ്റഡ് ദ കമ്പനീസ് ടെറിട്ടോറിയൽ റവന്യൂസ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോഫിറ്റ് റിക്വയറിംഗ് സെപ്പറേറ്റ് അക്കൗണ്ട്. വീണ്ടും എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് കമ്പനിയുടെ മുകളിലുള്ള കൺട്രോൾ എന്ത് ചെയ്യാണ്, കൂട്ടുകയാണ്. അതായത് നിങ്ങൾക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരു അക്കൗണ്ടബിലിറ്റി ഒക്കെ വേണം, നിങ്ങൾ സെപ്പറേറ്റ് അക്കൗണ്ട് ഒക്കെ കീപ്പ് ചെയ്യണം, അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നുള്ള രൂപത്തിൽ ഒരു കൺട്രോൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഓക്കെ, then അടുത്ത ആക്ട് ആണ് നമ്മൾ പഠിക്കുന്നത്, ചാർട്ടർ ആക്ട് ഓഫ് 1833. ഇതിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്, വില്യം ബെൻഡിക് ആണ്. ഓക്കെ, വില്യം ബെൻഡിക് ആണ്. ഓക്കെ, സോ ഇതൊന്ന് ഓർത്ത് വെക്കുക. വില്യം ബെൻഡിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, സതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ചൊക്കെ കഴിയുന്ന സമയത്ത് മോഡേൺ ഹിസ്റ്ററിയിലെ സോഷ്യോ റിലീജിയസ് റീഫോംസ് മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേര് വീണ്ടും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഓർക്കേണ്ടതായിട്ട് വരും. സോ 1833 ആ ഒരു കാലഘട്ടം കൂടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ മാർക്കറ്റ് ദ ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ്സ് ദ സെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ, അത് അതിന്റെ പീക്കിലേക്ക് എത്തുകയാണ്. ഓക്കെ, സോ മൊണോപ്പൊളി ഒക്കെ അവസാനിപ്പിച്ചു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിലേക്ക് പതുക്കെ പതുക്കെ ആര് വന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്നു. അങ്ങനെ ഒരു ഹൈറാർക്കി ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കംപ്ലീറ്റ് ആ ഒരു മൊണോപ്പൊളി ബാക്കിയുണ്ടല്ലോ, ടീയിലുള്ള ആ ഒരു മൊണോപ്പൊളി, അതും കൂടെ എടുത്ത് കളയാണ്. ഓക്കെ, സോ ഇറ്റ് എൻഡഡ് കമ്പനീസ് മൊണോപ്പൊളി ഓൺ ട്രേഡ് വിത്ത് ചൈന ആൻഡ് ഇൻ ടീ. ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ഇത് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് വന്നു, സെൻട്രലൈസേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പോഴത്തെ സുപ്രീം അതോറിറ്റി ആരാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. Then legalized British consolidation. The East India Company become administrative body holding territories in trust of His Majesty, his heirs and successors. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് മൊണാർക്കിന്റെ ആ ഒരു പേരിൽ ഇവര് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള പേരിലായി. അതായത് ബ്രിട്ടീഷ് പൊസഷൻ മുഴുവൻ ഇപ്പം ആരുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറി, ഈ പറയുന്ന ഹിസ് മജസ്റ്റി ഓഫ് ബ്രിട്ടൻ. ഓക്കെ, ബ്രിട്ടനിലെ രാജ്ഞിയുടെ പ്രോപ്പർട്ടി ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. Then Governor General came to be known as Governor General of India. Okay, so Governor General of Bengal ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, Governor General of India ആയിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൗൺസിൽ എന്തായിട്ട് മാറി, ഇന്ത്യൻ കൗൺസിൽ എന്നുള്ള പേരിലേക്ക് മാറി. സോ ഈ ഒരു ട്രാൻസിഷൻ നോക്കുക, Governor General of Bengal now become Governor General of India. ഓക്കെ, സോ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്, വില്യം ബെൻഡിക് ആണ്. ഓക്കെ, Governor General of Bengal now become like Governor General of India, that was William Bendick. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് വേറൊരു കാര്യം കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസി ബംഗാളിന്റെ അണ്ടറിലേക്ക് വരികയാണ്. ഇതോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ബംഗാളിന്റെ അണ്ടറിലായി. കാരണം ബംഗാളിലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇനി എന്താണ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ബംഗാളിലെ ഗവർണർ ജനറൽ ഇനി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇത് ഗവർണർ ജനറൽ ഓഫ് ബോംബെ ആണ്, ഇത് ഗവർണർ ജനറൽ ഓഫ് മദ്രാസ് ആണ്. അതോട് കൂടിയിട്ട് ഇത് കംപ്ലീറ്റ് അതോറിറ്റി ആയി. സോ ഫസ്റ്റ് പവർ ഇങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, ഇവിടുന്ന് വീണ്ടും ആ പവർ ഇങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് മൊണാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ക്യൂനിലേക്ക് എന്ത് ചെയ്തു, അത് കോൺസെൻട്രേറ്റ് ചെയ്തു. സോ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഹാസ് ബിക്കം കംപ്ലീറ്റ്. Then transferred legislative powers from Bombay and Madras to the Governor General of India with laws termed acts. അടുത്തത് empowered Governor General to amend or repeal laws in British India. Proposed an open competition for the civil service selection. ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അത് നടപ്പായില്ല. കാരണം എന്താണ്, ഒപ്പോസിഷൻ ഫ്രം ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആരായിരുന്നു, റവന്യൂ മാറ്റേഴ്സ്, കമ്പനിയുടെ റവന്യൂ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ആരായിരുന്നു, സിവിൽ ആൻഡ് മിലിറ്ററി മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ആരായിരുന്നു, ബോർഡ് ഓഫ് കൺട്രോൾ ആയിരുന്നു. ഓക്കെ, സോ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, റവന്യൂ ആണ്. ഓക്കെ, അപ്പൊ ഈ പുതിയ സിവിൽ സർവീസ് റീഫോംസ് എന്തിനാണ് കൊണ്ടുവരുന്നത്, അത് റവന്യൂ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് സിവിൽ സർവൻസ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കമ്പനി ഡയറക്ടേഴ്സിന് ഇപ്പൊ കാണിക്കുന്ന അഴിമതി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അതിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, കുറെ കൂടെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ലൈക്ക് അഴിമതിയുടെ കാര്യമൊക്കെ മാറ്റി വെക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ KS എക്സാമിനേഷൻ. ഓക്കെ, സോ KS എക്സാമിനേഷൻ, ഈ KS എക്സാമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഗവൺമെന്റ് സർവീസിലുള്ള ആൾക്കാർ സമ്മതിക്കില്ല. ഓക്കെ, പുതിയ ആളുകൾ എന്ത് ചെയ്യും, സർവീസിലേക്ക് വരും, അവരുടെ ലൈക്ക് പ്രൊമോഷൻ അതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇല്ലാതാവും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാവും എന്ന് കണ്ടിട്ട് അവർ ഇതിനെ ഒപ്പോസ് ചെയ്തു. ഈവൻ ദോ ഇറ്റ് പ്രപ്പോസ്ഡ് ആൻ ഓപ്പൺ കോമ്പറ്റീഷൻ, അതെന്ത് ചെയ്തു, ഇതോട് കൂടിയിട്ട് ഇവരുടെ ഒപ്പോസിഷൻ കാരണം അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു.
Then established Indian Law Commission in 1834. അതാണ് മെക്കാലെ കമ്മീഷൻ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ഇന്ത്യൻ ലോ കമ്മീഷൻ ഈവൻ നൗ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കാറുണ്ടായിരിക്കും ലോ കമ്മീഷൻ 255th റിപ്പോർട്ട് എന്ന്. ഓക്കെ, സോ ഇലക്ഷൻ റീഫോംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ 255ാമത്തെ റിപ്പോർട്ട് പ്രകാരം. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലും ലോ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബോഡി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോ കമ്മീഷൻ ഇപ്പോഴും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ നമ്മുടെ പീരിയോഡിക് ആയിട്ട് നമ്മുടെ ലോ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഒക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും എന്തുണ്ട്, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർട്ടർ ആക്ട് 1833 അണ്ടറിൽ 1834 ഇനാക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കാലയാണ്. ഓക്കെ, അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്പറേഷൻ ഓഫ് പവർ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന 1773 ആക്ട് പ്രകാരം ജുഡീഷ്യറിയെ സെപ്പറേറ്റ് ചെയ്തു. ഇനി പൊളിറ്റിക്കൽ ആൻഡ് എക്സിക്യൂട്ടീവ് സെപ്പറേഷൻ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഗവർണർ ജനറലുടെ കൗൺസിൽ ഉണ്ട്. ആ കൗൺസിലിനെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് എക്സിക്യൂട്ടീവ് കൗൺസിലിന് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് കംപ്ലീറ്റ് ആയില്ലേ? പതുക്കെ സെപ്പറേഷൻ ഓഫ് പവർ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നു. ഓക്കെ, സോ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തു, ഗവർണർ ജനറലുടെ കൗൺസിലിനെ സെപ്പറേറ്റ് ചെയ്തു. സോ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് ആര് വരുന്നുണ്ട്, ലോർഡ് ഡൽഹൌസി വരുന്നുണ്ട് എന്ന് 1853. ഓക്കെ, സോ സെൻട്രലൈസേഷന്റെ അതായത് 1857 റിവോൾട്ടിന് തൊട്ട് മുമ്പ് വരുന്നതാണ് എന്ത്, 1853. സോ ഇവിടുത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്, ലോർഡ് ഡൽഹൌസി ആണ്. ഓക്കെ, സോ ഇറ്റ് വാസ് ലാസ്റ്റ് ഇൻ സീരീസ് ഓഫ് ദ ചാർട്ടർ ആക്ട്. ഈ പറയുന്ന 1793 മുതൽ 1853 വരുന്ന ചാർട്ടർ ആക്ട്. കാരണം ഓരോ 20 വർഷം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓരോന്ന് വരുന്നത്. 93 കഴിഞ്ഞ് പിന്നെ എന്താ വരുന്നത്, 1813 വരുന്നത്. ഓക്കെ, പിന്നെ 33 വരുന്നുണ്ട്, പിന്നെ 53 വരുന്നുണ്ട്. അപ്പൊ ഒരു സീരീസ് ആണ്. അതിൽ ഏറ്റവും അവസാനത്തെ ആക്ടും കൂടിയാണ് ഇത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇറ്റ് സെപ്പറേറ്റഡ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഓഫ് ദി ഗവർണർ ജനറൽസ് കൗൺസിൽ. Then introduced a local representation in Indian Legislative Council with 6 new legislative councils totaling to 12 members. ഓക്കെ, സോ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എന്ത് ചെയ്തു, 6 ന്യൂ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ടോട്ടൽ സ്ട്രെങ്ത് എന്തായിട്ട് മാറി, 12 മെമ്പേഴ്സ് ആയിട്ട് മാറി. ഓക്കെ, സോ ആദ്യം ഉണ്ടായിരുന്ന ഈ 4 മെമ്പർ ബോഡി എന്നുള്ളത് പതുക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് എന്ത് ചെയ്തു, ലെജിസ്ലേറ്റീവ് കൗൺസിൽ 6 ആയിരുന്നു, അതിലേക്ക് വീണ്ടും 6 കൂട്ടിയപ്പോൾ അതിന്റെ ടോട്ടൽ സ്ട്രെങ്ത് 12ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് reduced ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫ്രം 24 to 18. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ എന്തുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ലൈക്ക് ഈ പറയുന്ന സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ്. സോ ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കോർട്ട് ഓഫ് കൺട്രോളിന്റെ അണ്ടറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവേഴ്സ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമ്പർ റെഡ്യൂസ് ചെയ്തു. ഇനി 18 6 മെമ്പേഴ്സിനെ ആര് നോമിനേറ്റ് ചെയ്യും, ബ്രിട്ടീഷ് ക്രൗൺ തന്നെ നോമിനേറ്റ് ചെയ്യും. അപ്പം ഇപ്പൊ ഈ ഡയറക്ടറും എന്ത് ചെയ്തു, ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആരുടെ അണ്ടറിലേക്ക് വരികയാണ്, ഈ കോർട്ട് ഓഫ് കൺട്രോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, അതിന്റെ പവേഴ്സ് കൂട്ടിയിട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷേഴ്സ് അവരുടെ ഇൻഫ്ലുവൻസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു, 6 മെമ്പേഴ്സിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നോമിനേറ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 മെമ്പേഴ്സ് ഇപ്പം ആരുടെ കൺട്രോളിലാണ്, ബ്രിട്ടീഷ് ക്രൗൺ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻ ടോട്ടൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പൊ ആരുടെ കൺട്രോളിലേക്ക് വന്നിട്ടുണ്ട്, ബ്രിട്ടീഷ് ക്രൗണിന്റെ കൺട്രോളിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൺട്രോളിലേക്ക് വന്നു. Then the legislative council function as mini parliament. Okay, so legislative council എന്ത് ചെയ്തു, നിയമനിർമ്മാണം തുടങ്ങി, ലോ മേക്കിംഗ്, ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ലോ മേക്കിംഗ് തുടങ്ങി. അപ്പൊ അതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി വേണം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ ഫോം ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് കൺസെപ്റ്റുകൾ ഫോം ചെയ്ത് ഇതെല്ലാം കൂടെ നമ്മൾ ഫൈനലി എന്ത് ചെയ്യാണ്, ഫോം ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഓക്കെ, അത് പലപ്പോഴും നമ്മൾ എന്ത് പറയാറുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ റിസൾട്ട് ഓഫ് പാച്ച് വർക്ക് എന്നൊക്കെ പറയാറുണ്ട്. പല പ്രദേശങ്ങളിൽ നിന്ന് പല സമയത്തായിട്ട് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസ് എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് എന്ന്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഓക്കെ, അതിനടുത്തത് ഇവിടെ ഇംപ്ലിമെന്റഡ് ആണ്, നേരത്തെ പ്രപ്പോസ്ഡ് ആയിരുന്നു. Now implemented an open competition system for civil service recruitment. ഓക്കെ, കാരണം എന്താണ്, ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവേഴ്സ് കുറച്ചു. ഇവരായിരുന്നല്ല നേരത്തെ ഒപ്പോസ് ചെയ്തിരുന്നത്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു നേരത്തെ ഒപ്പോസ് ചെയ്തിരുന്നത്. അപ്പം അതിന്റെ പവേഴ്സ് കുറച്ചു. ഇപ്പൊ എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് ഓർത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. Allowing Indian participation, the Macaulay Committee was appointed in 1834. ഓക്കെ, സോ മക്കാലെ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ് 1834
1854 ഓക്കെ. സോ 1854 മെക്കാലെ കമ്മിറ്റി എന്തും കൂടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നേരത്തെ ഒരു 1 lakh കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് വരുന്ന ഒരു കമ്മിറ്റിയാണ് മെക്കാലെ കമ്മിറ്റി എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ ദ ഫോർത്ത് ലോ മെമ്പർ ഗെയിൻഡ് വോട്ടിംഗ് റൈറ്റ് ആസ് ഫുൾ മെമ്പർ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലോ മെമ്പറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നൗ ഹി ഹാസ് ബിക്കം പാർട്ട് ഓഫ് ദി കൗൺസിൽ ആൻഡ് നൗ ഹി ഈസ് ഹാവിംഗ് ലൈക്ക് വോട്ടിംഗ് റൈറ്റ്സ്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് 1773 ആക്ട് മുതൽ 1853 ആക്ട് വരെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നന്നായിട്ട് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റിവിഷൻ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ആ ടെസ്റ്റും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞത് ടെസ്റ്റ് സീരീസ് അല്ല, അല്ലാതെ ഈ ഒരു ക്ലാസ്സിന്റെ ടെസ്റ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. സോ താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ, ലൈക്ക് നമ്മുടെ വെബിനാറിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മറക്കരുത്. വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവിടെ റിസോൾവ് ചെയ്യുന്നതായിരിക്കും. ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. നമ്പർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, 7012173900. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ പതുക്കെ ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ അവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റെക്കോർഡിംഗ് സെഷന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ ഒരു ക്ലാസ് എന്താണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈക്ക് KS റാങ്കർ പ്ലാറ്റ്ഫോംസിൽ എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ പോസിബിൾ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അതിലായിരിക്കും നമ്മുടെ സിസ്റ്റം കുറെ കൂടെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഒരു ലൈക്ക് ലാർജ് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ എക്സാം എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ പറയുക കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒക്കെ ഒരു ഓൺലൈനിൽ എടുക്കുന്ന പോലെ ഫുൾ ഫീച്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ചെറിയ സ്ക്രീൻ ആകുന്ന സമയത്ത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ. ബട്ട് ഫംഗ്ഷൻ ചെയ്യും, കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യും. ബട്ട് അത് സ്കോൾ ഡൗൺ ചെയ്ത് താഴത്തേക്കായിരിക്കും. ബിഗ് സ്ക്രീനിലാകുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. സോ നിങ്ങൾ പറ്റുമെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക. ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നതായിട്ട് കേൾക്കുക. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ സെഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാൻ പറഞ്ഞത് ലൈക്ക് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള കമന്റ് സെഷൻ അല്ല, നമ്മുടെ ആപ്പിൽ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമന്റ് സെഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അപ്പം തന്നെ നമ്മളത് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഇതൊരു റെക്കോർഡഡ് സെഷൻ ആക്കുന്നത്. കാരണം ഇതൊരു ചുരുങ്ങിയ സമയം കൊണ്ട്, ഏകദേശം ഒരു മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യം കവർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു മണിക്കൂറും കൂടെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിമിംഗിലേക്ക് എത്തും. അപ്പൊ ഒരു എൻറ്റിയർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരു മൊഡ്യൂൾ തീർന്നു. ഇങ്ങനത്തെ ഒരു 10-12 മൊഡ്യൂൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ലൈക്ക് ഒരു 20 മൊഡ്യൂളോളം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യാണ്ട് ഒരു 40 മണിക്കൂറിൽ കോംപ്രിഹെൻസീവ് ആയിട്ട് ഇന്ത്യൻ പൊളിറ്റി നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഓരോ സബ്ജക്റ്റും നമുക്ക് എന്ത് ചെയ്യാം, വളരെ സ്പെസിഫിക് ആയിട്ട് കവർ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡിങ്സിലേക്ക് പോകുന്നത്. ഓക്കെ. നമുക്ക് കൂടുതൽ കാര്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ ഒരു റെക്കോർഡിംഗ് സെഷനിലൂടെയാണ്. ലൈവ് ആവുന്ന സമയത്ത് എന്തായിരിക്കും, കണക്ടിവിറ്റി ഇഷ്യൂസ് അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ലൈവ് എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇതേ സെഷൻ ഇപ്പോൾ ലൈവായിട്ട് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഒരു 50 പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 50 പേർക്കും ഡൗട്ട് ചോദിക്കാനൊന്നും പറ്റില്ല. ലൈക്ക് 1-2 പേര് ചിലപ്പോൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, ബാക്കി 48 പേരും എന്തായിരിക്കും, ജസ്റ്റ് ഇപ്പൊ റെക്കോർഡിംഗ് എങ്ങനെ നിങ്ങൾ കണ്ടോ അതേപോലെ കാണുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി റെക്കോർഡിങ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നിങ്ങൾക്ക് അത് 1.5 ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടൊക്കെ അടിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എസ്പെഷ്യലി സ്ട്രീം 2 and 3 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അത് കുറെ കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡിങ്സ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ കണ്ടിന്യൂ. മാർച്ച് 7-ാം തീയതി മുതൽ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ അപ്ഡേറ്റ് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അന്ന് മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് വാച്ച് ചെയ്യാം. അതായത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലത്തെ റെഗുലർ ക്ലാസ്സസ് അന്ന് മുതൽ കിട്ടിക്കൊണ്ടിരുന്നതായിരിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് അവർക്ക് പഠിച്ചു പോകുന്നതുമാണ്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളുള്ളൂ. താങ്ക് യു. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു KS എക്സാം നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം